ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വയനാടാണ്. വയനാട് ചെമ്പ്ര. അപ്പോൾ ഇവിടുത്തെ ഒരു കൊച്ചു ട്രക്കിംഗ് കണ്ടാലോ? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തി. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഈ ചിരിൻ്റെ പുറകിലൊരു വലിയ കോമഡി ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം പെർ ഹെഡ് ഒരാൾക്ക് 800 രൂപയാണ് വരുന്നത്. ക്യാമറ ഉണ്ടെങ്കിൽ അതിന് അഡീഷണൽ ചാർജ് വരുന്നതാണ്. പിന്നെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കുറച്ചും കൂടെ കാറിൽ കുറച്ച് ദൂരം പോകാനുണ്ട് പാർക്കിങ്ങിലേക്ക്. അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഉള്ളത് ഒരു 3-3.5 കിലോമീറ്റർ നടക്കാനാണുള്ളത്. അപ്പോൾ ഈ ടിക്കറ്റ് നമ്മൾ എപ്പോഴും കയ്യിൽ വെക്കണം. കാരണം ഈ കയറുന്നതിൻ്റെ 3 കിലോമീറ്ററിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഗാർഡ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം ടിക്കറ്റ് എവിടെയാണ് വെച്ചതെന്ന് മറന്നുപോയി, കുറച്ച് കൺഫ്യൂഷൻ വന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കുക. പിന്നെ ബോട്ടിൽ വെള്ളം നമ്മൾ എപ്പോഴും ക്യാരി ചെയ്തിട്ട് പോവുക. അവിടെ നിന്ന് ബോട്ടിൽ വെള്ളം തരും. 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. കുപ്പി തിരിച്ചു നമ്മൾ അവിടെ തന്നെ കൊടുക്കണം. അപ്പം അത് വേഗം തീർന്നു പോകും. കാരണം കുറച്ച് നമ്മളൊരു 5 പേര് വരുമ്പം എല്ലാവർക്കും കൂടെ വെള്ളം കുടിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വലിയ ബോട്ടിൽ വെള്ളം കരുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ പകുതി എത്തി നമുക്ക് അവിടെ കുറച്ചൊരു വെള്ളച്ചാട്ടം അല്ല, ഒരു ചെറിയൊരു നീരുറവുണ്ട്, അതിൽ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. പക്ഷെ അത് കുറച്ച് ഒരു പകുതി എത്തണം. അപ്പോഴേക്കും നമ്മൾ വാട്ടർ ബോട്ടിലെ വെള്ളമൊക്കെ കഴിയും. പിന്നെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഷൂ ഒക്കെ ഇട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ചെരുപ്പൊക്കെ ഇട്ട് വന്നാൽ കുറച്ച് നടക്കുമ്പോൾ വേർക്കുന്നവർക്കാണെങ്കിൽ കാലൊക്കെ വേർത്ത് സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പം കൂടുതലും നല്ലത് ഷൂ ഇട്ട് വരുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രിപ്പ് കിട്ടും, നടക്കാനൊക്കെ കിട്ടും. പിന്നെ വരുമ്പോൾ എല്ലാവരും കുറച്ച് നേരത്തെ വരാൻ നോക്കുക. രാവിലെ തന്നെ എത്തിയിട്ട് ടിക്കറ്റ് എടുത്ത് കയറുക. പിന്നെ ഒരു ദിവസത്തെ കുറച്ച് പേർക്ക് എന്തോ ടിക്കറ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വരികയാണെങ്കിൽ തന്നെ നമുക്ക് വെയിൽ ആവുന്നതിൻ്റെ മുന്നേ നമുക്ക് മുകളിൽ മല കയറി എത്താൻ പറ്റും. നമ്മൾ വന്നപ്പം നമ്മൾ നേരത്തെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കിട്ടി. പകുതി ആയപ്പോഴാണ് വെയിൽ കിട്ടിയത്. പിന്നെ ഇവിടെയാണ് നമുക്ക് ലാസ്റ്റ് ഒരു വിശ്രമിക്കാനുള്ളൊരു സ്ഥലമുള്ളത്. കുറച്ച് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ബാത്റൂമിൽ പോകാനുള്ളവർക്ക് ബാത്റൂമിലൊക്കെ പോയി, വെള്ളം റീഫിൽ ചെയ്യേണ്ടവർക്ക് വെള്ളം റീഫില്ലൊക്കെ ചെയ്ത് റെസ്റ്റ് എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് പിന്നെ മൊത്തം കണ്ടിന്യൂസ് വലിയ കയറ്റങ്ങളും ആണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കാട് ആയി, സൈലൻ്റ് ആയി. കുറച്ച് നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് വരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സൈലൻ്റാണ്, കുറച്ച് തണുപ്പുള്ള ഏരിയ ആണ്. കുറച്ച് സൈലൻ്റായിട്ട് നടന്നാൽ കുറേ കിളികളെ വെച്ച് കേൾക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ്. പിന്നെ മഴക്കാലത്താണെങ്കിൽ അട്ടശല്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. മഴക്കാലത്ത് നമ്മൾ പോയത് കുറച്ച് വേനലായതുകൊണ്ട് നമുക്ക് അട്ടശല്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മഴക്കാലത്ത് അട്ടശല്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം മഴക്കാലത്തൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. അതിനുള്ള പോംവഴിയൊക്കെ കണ്ടിട്ട് വരിക. പിന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് ഇത് കാണുമ്പോൾ നമുക്ക് അത്ര റിസ്ക് ആയിട്ട് തോന്നില്ല, പക്ഷേ നല്ല ചെരുവുണ്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് അവർ കയറ് വെച്ചിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു കയറ് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഗാർഡ്സ് ഉണ്ടാവും, അവർ ചെക്ക് ചെയ്യും, നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യും. പിന്നെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് താഴെ നിന്ന് നമ്മൾ എടുത്തൊരു സ്റ്റിക്കാണ്. അവിടെ വേണ്ടവർക്ക് എടുക്കാം, ഇല്ലാത്തവർക്ക് എടുക്കേണ്ട. ഇത് താഴെ തന്നെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ആൾക്കാർക്കും അതൊരു സഹായമാവും. അപ്പോൾ നമ്മൾ വേറെ എവിടെ ഇട്ടിട്ട് പോകില്ല, അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഒറിജിനൽ അപാരത കാണാം, എന്താണ് ട്രക്കിംഗ് എന്നുള്ളതിൻ്റെ. അടിപൊളി. നമ്മൾ അതികഠിനവും വളരെ വളരെ എന്താ പറയാ, കിടക്കിനോട് പറയാൻ പറ്റുന്നില്ല, ദാരുണമായ സ്ഥലം. അതെ, മിസിരം പിടിച്ച സ്ഥലം. വെഹിക്കിൾ ഫ്രീ വർക്കൗട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഡ്രസ്സിനും ഷെട്ടിക്ക് നമ്മൾ ഓരോ പൈസ ഇങ്ങനെ
എക്സസൈസ് ഒക്കെ ചെയ്യണം അവിടുന്ന്. എന്താ കാണിക്കുന്ന നീ കാഴ്ചയാണ് കാഴ്ച എടുപ്പോയി എനിക്കിനകത്തൊന്നും കാണൂല എങ്ങനെ. അറിയിച്ചണോ? കമോൺ കമോൺ, വേഗം വരൂ. കരയണ്ട. അതെ, സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ടാണ് അവർ മുന്നിൽ നടക്കുന്നത്, നീ പുറകിൽ നടക്കും.